ഇറാന്റെ നേർക്ക് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ കടന്നുകയറ്റവും പിന്നീട് അതിനെ തുടർന്നുണ്ടായ യുദ്ധവും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറിയെന്ന് പറയുകയാണ് ജർമ്മൻ ചാൻസലർ. അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വാഷിംഗ്ടൺ അവമാനിക്കപ്പെട്ടെന്നും ടെഹ്റാൻ യുദ്ധത്തിൽ മേൽക്കൈ നേടിക്കഴിഞ്ഞെന്നും ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് പറഞ്ഞു. ജർമ്മൻ പട്ടണമായ മാർസ്ബർഗിൽ തിങ്കളാഴ്ച വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോഴത്തെ സംഘർഷത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നിലവിൽ അമേരിക്കയ്ക്ക് മുന്നിൽ വ്യക്തമായ വഴികൾ ഒന്നും തന്നെയില്ല. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അമേരിക്ക നേരത്തെ നേരിട്ട പരാജയങ്ങളെക്കാൾ ആഴത്തിലുള്ള തന്ത്രപരമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉള്ളതെന്നും ചാൻസലർ പറയുന്നു. ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വളരെ എളുപ്പമാണ്, എന്നാൽ അവിടെ നിന്നും പുറത്തു കടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും കണ്ടതുപോലെ വേദനാജനകമായ സാഹചര്യമാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. ഇറാനിയൻ നേതൃത്വവും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും ചേർന്ന് ഒരു വൻ ശക്തിയെ മുഴുവൻ അപമാനിച്ചിരിക്കുകയാണ്. അവർ പ്രതീക്ഷിച്ചതിലും കരുത്തരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു എന്നും മെർസ് പറയുന്നു. ഇറാനുമായുള്ള ചർച്ചകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളെയും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് വിമർശിച്ചു. ഇറാൻ ഭരണകൂടം ട്രംപ് ഭരണകൂടത്തെ നയതന്ത്രപരമായി മറികടന്നുവെന്നും അമേരിക്കയ്ക്ക് വ്യക്തമായ ദിശാബോധം ഇല്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ജർമ്മനി ഒരു നാറ്റോ സഖ്യകക്ഷിയാണ്, എന്നാൽ തങ്ങളുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കാത്ത സഖ്യകക്ഷികളോട് അമേരിക്കയ്ക്ക് അതൃപ്തിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്ലാമാബാദിൽ നടന്ന പരോക്ഷമായ ചർച്ചകൾ ഒരു വഴിത്തിരിവില്ലാതെ അവസാനിച്ചതിനെ തുടർന്ന് ഇറാൻ നേതൃത്വം യഥാർത്ഥത്തിൽ അമേരിക്കയെ അപമാനിക്കുകയാണെന്ന് ഓസ് പറഞ്ഞു. ഇറാനിയൻ ഭരണകൂടവും റവല്യൂഷണറി ഗാർഡും ചേർന്ന് ഒരു രാഷ്ട്രത്തെ മുഴുവനായി അപമാനിക്കുകയാണ്. ഈ പ്രതിസന്ധി എത്രയും വേഗം അവസാനിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം ആശ പ്രകടിപ്പിച്ചു. ഇറാനിയൻ നേതാക്കൾ ചർച്ചകൾ ഒഴിവാക്കാൻ മിടുക്കുള്ള ആളുകളാണെന്നും മെർസ് നിരീക്ഷിക്കുന്നുണ്ട്. വ്യക്തമായ ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ലാതെ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് അപകടകരമായ തെറ്റാണെന്ന് അദ്ദേഹം അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പും നൽകി. അതേസമയം ലെബനോണിൽ വീണ്ടും സൈനിക നടപടി ആരംഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു മുന്നറിയിപ്പ് നൽകി. ഹിസ്ബുള്ളയുടെ കൈവശമുള്ള റോക്കറ്റുകളും ഡ്രോണുകളും ഇപ്പോഴും വലിയ ഭീഷണിയാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു പ്രസ്താവനയിലൂടെയാണ് വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ അതിനു മുമ്പ് സംഘർഷം അവസാനിക്കണമെന്നും കൂടി ചാൻസലർ പറഞ്ഞിരുന്നു. സംഘർഷം വേഗത്തിൽ പരിഹരിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും അമേരിക്ക പ്രതീക്ഷിച്ചതിലും വളരെ കരുത്തരായിരുന്നു ഇറാൻ എന്ന രാജ്യമെന്നും മെർസ് കൂട്ടിച്ചേർത്തു.